ഷിരൂരിൽ നടത്തിയ തിരച്ചിൽ അത് വിഫലമായി എന്നുള്ള ഫലമാണിപ്പോൾ പുറത്തുവരുന്നത്. തിരച്ചിൽ ഇനി എങ്ങനെയാകും, ഏത് തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം അല്പസമയത്തിനുള്ളിൽ ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കേൾക്കാമോ? പ്രവിത, നിലവിൽ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്തെന്ന് പറയുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ തിരച്ചിൽ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെ വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ഇനി ബാക്കിയുള്ളതെല്ലാം തന്നെ ഇവിടെ വന്നതിന് ശേഷം വന്നു എന്ന് പറഞ്ഞാൽ മതിയാകും. അതൊക്കെ തന്നെ ഒരു പരീക്ഷണം മാത്രമാണ്. ഇന്നത്തെ അവസ്ഥയിൽ ഈ പുഴയിലേക്ക് ഇറക്കി ഈ തെരച്ചിൽ നടത്തുന്നതിന് സാധിക്കുകയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് MLA പറയാതെ പറയുകയാണ്. ഈ തിരച്ചിൽ ഏറെക്കുറെ അവസാനിപ്പിക്കുന്നു, കർണാടകം അതിന്റെ എക്സിറ്റ് പ്ലാൻ നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അത് MLAക്ക് പൂർണ്ണമായും തുറന്നു പറയുക അസാധ്യമാണ്. ഞങ്ങളിത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അത് അദ്ദേഹം പറയാതെ പറയുന്നു എന്ന് കരുതിയാൽ മാത്രം മതിയാകും. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരച്ചിലിന് വലിയ വെല്ലുവിളികളുണ്ട്. അത് പ്രകൃതിയുടെ തന്നെ വെല്ലുവിളികളാണ്. മഴയാണ്, വലിയ കാറ്റാണ്, ഈ നദിക്കടിയിൽ വലിയ അടിയൊഴുക്കുണ്ട്. ഈ അടിയൊഴുക്ക് വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല, അടിയൊഴുക്കിനേക്കാൾ അവർക്ക് വലിയ പ്രതിസന്ധി തീർക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. ചേറും ചെളിയും കലർന്ന വെള്ളം അത് ഒഴുകുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ അവർ എക്സിറ്റ് പ്ലാൻ നടപ്പാക്കി തുടങ്ങുന്നത്. പ്രാദേശികമായുള്ള ഈ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്നിരുന്നു, സ്കൂബ ഡൈവർമാരെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവരെ കൊണ്ടൊന്നും തന്നെ ഈ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല. അതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് നേരത്തെ സ്പോട്ട് ചെയ്തെങ്കിലും അത് ആക്ച്വലി അത് എവിടെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്, ഇതൊരു വലിയ പ്രശ്നമാണ്. അതിനാൽ തന്നെ നിലവിൽ ഇനി അറിയേണ്ടത് ഇത്ര മാത്രമാണ്: എപ്പോഴത്തേക്ക് ഇവർ പൂർണ്ണമായും ഈ തെരച്ചിൽ അവസാനിപ്പിക്കും എന്നുള്ളതാണ്. നിലവിൽ കർണാടകം ചെയ്യുന്നത് എക്സിറ്റ് പ്ലാൻ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു. അതൊരു വലിയ വിവാദമാകാതെ, രാഷ്ട്രീയ പ്രശ്നമാകാതെ അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏറെ നാളത്തെ കടുത്ത പരിശ്രമത്തിനൊടുവിൽ അവസാന ഘട്ടത്തിലേക്ക് തെരച്ചിൽ എത്തി നിൽക്കുകയാണ്. സാധ്യമായ എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ദുഷ്കരമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. മാൽപ്പെ സംഘത്തിനൊന്നും കണ്ടെത്താനായില്ല. ഇന്നലെ അടക്കം വലിയ അടിയൊഴുക്കിനെ പ്രതിരോധിച്ച് അദ്ദേഹം 4 തവണയും അതിന് അപ്പുറത്തും നദിയിലേക്ക് ഇറങ്ങുകയും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായി. പക്ഷേ വെള്ളത്തിനടിയിലെ മണ്ണും ചെളിയും കല്ലുകളുമാണ് ഈ ദൗത്യത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തെരച്ചിൽ അവസാനിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, അല്പസമയത്തിനകം ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരുന്നത്. അവരുടെ വാർത്താ സമ്മേളനത്തിൽ ഇത് അവസാനിപ്പിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണോ ലഭ്യമാവുക? അത് തന്നെയായിരിക്കുമല്ലോ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടാവുക. രക്ഷാദൗത്യത്തിന് കാലാവസ്ഥ വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. വലിയ അടിയൊഴുക്കാണ് നിലവിലെ പ്രതിസന്ധി. മാൽപ്പെ സംഘം പലതവണ നദിയിലേക്ക് ഇറങ്ങി ഡൈവ് നടത്തിയെങ്കിലും നദിയിലടിയിലെ മണ്ണും ചെളിയും നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം അവിടുത്തെ കാഴ്ച പരിമിതിയുടെ പ്രശ്നങ്ങളുണ്ട്, അടിയൊഴുക്കുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി നമുക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദൗത്യം തുടരാൻ നദി ശാന്തമാകണം. പക്ഷേ അടുത്ത 20 ദിവസത്തിൽ കനത്ത മഴയാണ് അവിടെ പ്രവചിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കാലാവസ്ഥയ്ക്കാണ് ഇനി ഷിരൂരിൽ സാധ്യത എന്നാണ് കാലാവസ്ഥ പ്രവചനം. അതുകൊണ്ട് തന്നെ ഇനിയും രക്ഷാദൗത്യം തുടർന്നാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഒപ്പം ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ, നദിയിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു പരിശ്രമം അത് സാധിക്കില്ല എന്നാണ് കരുതുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രക്ഷാപ്രവർത്തനം ദുഷ്കരമെന്നാണ് കാർവാർ MLA അറിയിച്ചിരിക്കുന്നത്. ഡൈവ് സാധ്യമല്ലെന്ന് നേവിയും അറിയിച്ചിരുന്നു. ഈ കാലാവസ്ഥയും അടിയൊഴുക്കിനെല്ലാം വെല്ലുവിളിച്ച ഇന്നലെ മാൽപ്പെ സംഘം, ഇന്നും ഇന്നലെയുമായി മാൽപ്പെ സംഘം സ്വന്തം റിസ്കിൽ നദിയിലേക്ക് ഇറങ്ങി രക്ഷാദൗത്യം തുടരാനുള്ള ശ്രമം നടത്തിയിരുന്നു. പലതവണ ഡൈവിംഗ് നടത്തിയെങ്കിൽ കൂടെ അദ്ദേഹത്തിന് കാര്യമായൊരു പുരോഗതി അവിടെ കൈവരിക്കാൻ സാധിച്ചില്ല. ഈ പുഴയിലെ ശക്തമായ അടിയൊഴുക്കും അതുപോലെ തന്നെ പുഴയുടെ അടിയിലെ കല്ലും ചെളിയും മണ്ണും തന്നെയാണ് ഇതിനെ വെല്ലുവിളിയായി ഉയരുന്നത്. ഇനി അടുത്ത 21 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഡൈവിംഗ്
സാധ്യമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് പോകുന്നത്. കാർവാർ MLA-യും അത് തന്നെയാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മഴ കുറഞ്ഞ് അടിയൊഴുക്ക് പുഴ സാധാരണഗതിയിലായി കഴിഞ്ഞാൽ ഏത് നിമിഷവും വിളിച്ചാൽ 3 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തുമെന്ന് മാൽപ്പെ സംഘം അവിടുത്തെ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാത്തിരിപ്പായിരിക്കും ഇനി. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, നേരത്തെ ചോദിച്ച പോലെ അല്പസമയത്തിനകം ജില്ലാ കളക്ടറുടെ വാർത്താ സമ്മേളനം ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെ ആയിരിക്കുമോ ജില്ലാ കളക്ടർ മുന്നോട്ട് വെക്കുക? ശ്രീകാന്ത്. കീർത്തന, നിലവിലിപ്പോൾ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ഏറെക്കുറെ പറഞ്ഞു വെക്കുന്നത് ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ വലിയ സംശയങ്ങൾക്കൊന്നും തന്നെ ഇടയില്ല. കാരണം ഈ തെരച്ചിൽ ഇവിടെ നടത്തിയിട്ടും കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനാൽ തന്നെ തിരച്ചിൽ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ കരുതാം. അവരവരുടെ എക്സിറ്റ് പ്ലാൻ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും കരയ്ക്ക് കയറി. കളക്ടർ മാധ്യമങ്ങളെ കാണുകയാണ്. Unfortunately, even in the 4th point, we could only get a tree, mud and boulders. So that is the present status. So we are holding the operation until the vessel is coming. Actually, We are discussing about the future course of action in this meeting, and we will let you know. Thank you. Thank you. Okay, thank you. കാർവാർ MLA പറഞ്ഞു തന്നെയാണ് കളക്ടറും ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അതിനുണ്ടായിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കുന്നില്ല. ദൗത്യം അവസാനിപ്പിച്ചു എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്.